ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജിമോൾസ് വേൾഡ്. ഇന്ന് നമുക്ക് ഒരു ഓർക്കിഡിനെ എപ്പോൾ എങ്ങനെ റീപോർട്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ്. ഈ ഓർക്കിഡിനെ റീപോർട്ട് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ. കാരണം ഇതിന് ഒരു ഫ്ലവർ സ്പൈക്ക് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. ഈ ഓർക്കിഡിനെ റീപോർട്ട് ചെയ്തിട്ട് 2 വർഷത്തിലേറെയായി. ഈ സ്പൈക്ക് ഉണ്ടായി വരുന്നതിനകത്ത് ഫ്ലവേഴ്സ് വിടരുന്ന സമയമാകുമ്പോൾ ഈ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന്റെ മീഡിയം നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരു ഗ്രീൻ റൂട്ട് പോലും കാണാനില്ല. കാരണം ഞാൻ അത്രമാത്രം ഇഗ്നോർ ചെയ്ത ഒരു ഓർക്കിഡാണ്. കഴിഞ്ഞ 2020 ഓഗസ്റ്റിൽ ഒരു പൂ ഉണ്ടായതാണ്. അതിന്റെ പൂ ഞാൻ ഫ്ലവർ കട്ട് ചെയ്ത് കളഞ്ഞതാണ് ഈ സ്പൈക്ക്. ഇപ്പോൾ ഇതിന് വീണ്ടും പുതിയ സ്പൈക്ക് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഓഗസ്റ്റിലുണ്ടായ ഫ്ലവർ പോയത് തന്നെ ഡിസംബർ ജനുവരിയോട് കൂടിയാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസത്തിനുള്ളിൽ പുതിയ ഫ്ലവർ സ്പൈക്ക് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ഇതിന്റെ ഫ്ലവറിനൊന്നും ഒരു ഡാമേജ് വരാതെ ഇരിക്കുവാനും നമുക്ക് പുതിയ മീഡിയത്തിലേക്ക് മാറ്റാം. ഒരു ഓർക്കിഡിന്റെ ആയുസ് എന്ന് പറയുന്നത് 50 to 55 ഇയേഴ്സ് ആണ്. അതിന്റെ മീഡിയം ഒക്കെ ഒരു 2 വർഷത്തിലൊന്നേലും മാറ്റിക്കൊടുത്താൽ മാത്രമേ നല്ല ഹെൽത്തി ഓർക്കിഡായിട്ട് അതിരിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ മീഡിയം നമുക്കൊന്ന് മാറ്റാം. നമുക്ക് ഇതിന്റെ റൂട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് ആദ്യമായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനൊരു ട്രേ ഇവിടെ റെഡിയാണ്. ഈ ട്രേയിലേക്ക് നമുക്ക് ഇതിന്റെ മീഡിയം ഇടാം. ശരിക്കും ഇത് പറഞ്ഞു പോരുന്നില്ല, അതുപോലെ മീഡിയം ബൗണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിന്റെ മീഡിയം എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ നടുക്ക് ഞാൻ ഈ ഓർക്കിഡ് മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നതാണ്. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ മാറ്റിയില്ല. ഈ കൊക്കോ ഹസ്ക് ആണിത്, അല്ലെങ്കിൽ കൊക്കോ ഫൈബർ. അത് വെച്ച് ഇത് ചെറിയ ഓർക്കിഡ് ആയിരുന്നപ്പം ഇത് നമുക്ക് മേടിക്കുന്നത് നഴ്സറിയിൽ നിന്ന് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഈ കൊക്കോ ഹസ്ക് വെച്ച് നടുക്ക് പൊതിഞ്ഞ്. അപ്പം നമ്മൾ അത് മാറ്റണം. ഞാനിപ്പോൾ ഇതിൻ്റെ മീഡിയം എല്ലാം മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ വളരെ വലിയ നീളം കൂടിയ വേരാണ്. കാരണം ഇതങ്ങനെ ഇതിനകത്തിരുന്ന് വളർന്ന് ഇതിന്റെ പല റൂട്ടുകളും ഡാമേജ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതുണ്ടോ, ഇതൊക്കെ പോയി. ശരിക്കും ഈ റൂട്ടൊക്കെ ഡാമേജ് ആയി പോയി. ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നല്ല റൂട്ട് മാത്രം ഇനി നമുക്ക് റീപോർട്ട് ചെയ്യുമ്പോൾ വെച്ചാൽ മതി. ഇതൊക്കെ ഒത്തിരി ഡാമേജ് ആയ റൂട്ട്സ് ആണ്. ഈ യെല്ലോ കളറിൽ നമ്മൾ ഞെക്കി നോക്കണം മഷിയായിട്ടാണ് ഇരിക്കുന്നതെന്ന്. മഷിയായിട്ടാണെങ്കിൽ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഈ യെല്ലോ കളറിലുള്ളത് ഞെക്കി നോക്കുമ്പോൾ നമുക്ക് മഷിയായിട്ടില്ല എങ്കിൽ നമുക്കത് ലീവ് ചെയ്യാം. അതുപോലെ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ഭാഗം ചീഞ്ഞു പോയി, പക്ഷെ താഴേക്കുള്ള ഭാഗത്തിന് കുഴപ്പമില്ല. അതങ്ങ് കട്ട് ചെയ്ത് കളയാം ഇവിടുന്ന്. ഇനി ഓരോന്നും ഇതുണ്ടോ, ഇതിൻ്റെയൊക്കെ റൂട്ട് പോയിട്ട് ഒരു ഫൈബർ മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ ട്രേയും കഴുകി ഈ മീഡിയവും കളഞ്ഞ് ഈ റൂട്ടും നന്നായി ക്ലീൻ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ഞാൻ ഈ ഓർക്കിഡിൻ്റെ റൂട്ട് ട്രേയും ഒക്കെ നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഈ റൂട്ട് വളരെ നല്ല നീളമുള്ള റൂട്ടാണ്. ഇത്രമാത്രം വളർന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കേട് വന്ന റൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കളയാം. നോക്കിയേ, ഇവിടെയൊക്കെ വളരെ മഷിയായിട്ടുള്ള ഡാമേജ് വന്ന റൂട്ട്സ് ആണ്. അത് നമുക്ക് ഇങ്ങനെ അങ്ങ് പറിച്ചു കളയാം. എല്ലാ റൂട്ടും നന്നായിട്ട് ചെക്ക് ചെയ്യുക. കുറേ റൂട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം. അപ്പം ഈ പ്രൂണറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നല്ലപോലെ ലൈറ്റർ വെച്ചൊന്ന് ചൂടാക്കിയാൽ മതി. നമ്മൾ കൈയൊന്നും പൊള്ളാതെ വേണം ഇത് ചെയ്യാൻ. ഇനി ഇത് പയ്യൊന്ന് ആറിയിട്ട് വേണം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ. ഇനി ഇതിൻ്റെ ഈ ഡാമേജ് വന്ന റൂട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഞാൻ ഈ റൂട്ടെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിക്കാം. ഇതുണ്ട്, ഒരു ഫൈബർ മാത്രമേ ഉള്ളൂ. ഇത് കാണാമോന്നറിയില്ല. അതൊക്കെ കട്ട് ചെയ്ത് കളയാം.
കാരണം ഇത് ഡെഡാണ്. ഇത് ഇനി വെച്ചിട്ട് കാര്യമില്ല. ന്യൂട്രിയൻസും വാട്ടറും ഒന്നും വലിച്ചെടുക്കുകയില്ല അതിലൂടെ. അപ്പോൾ ഈ ഓർക്കിഡിന്റെ മഷി ആയിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂ ഉള്ള റൂട്ട്സ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ ഞെക്കി നോക്കുമ്പോൾ മഷിയല്ല, ഇത് സ്റ്റിഫ് ആണെങ്കിൽ നമ്മൾ ആ റൂട്ട് കട്ട് ചെയ്ത് കളയണ്ട. അപ്പൊ ഇതിനകത്ത് ഒത്തിരി അൺഹാപ്പി റൂട്ട്സ് ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്ക് നല്ലൊരു അടിപൊളി ഓർക്കിഡ് സ്പൈക്ക് വരുന്നുകൊണ്ട് നല്ല നല്ല സൂപ്പർ ഫ്ലവേഴ്സ് ആയിരിക്കും ഇപ്പൊ നമ്മൾ ഇത് റീപോർട്ടൊക്കെ ചെയ്തുകൊണ്ട്. അപ്പൊ നമ്മൾ ആ ഫ്ലവർ നല്ല ഹെൽത്തി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ ചെയ്യുന്നത്. ഇനി നമുക്കിതിന്റെ മീഡിയം നോക്കാം, ഏത് മീഡിയമാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഞാൻ ഈ സെയിം പോട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം. ഞാൻ ഈ പോട്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇതിന്റെ അടിയിലൊക്കെ ഒത്തിരിയേറെ ഹോൾസ് ഉണ്ട്. ശരിക്കും എനിക്കിഷ്ടം ഈ സൈഡിലൂടെയും കൂടെ ഹോൾസ് ഉള്ള ഒരു പോട്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ അത് കിട്ടാറില്ല, അത് സ്പെഷ്യൽ ഓർഡർ ചെയ്യേണ്ടി വരും. ഞാൻ ഈ പോട്ട് തന്നെ ഉപയോഗിക്കാം. അത്യാവശ്യത്തിന് വലിപ്പമുണ്ട്. നമുക്ക് ഉപയോഗിക്കാം. ഇതിന് വേണ്ട മീഡിയംസ് ഏതാണെന്ന് നോക്കാം. ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന മീഡിയം ഓർക്കിഡ് പോട്ടിംഗ് മിക്സ്, പിന്നെ സ്പെഗ്നം മോസ് ആണിത്, ഓർക്കിഡിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് ഈ ട്രേയിലേക്ക് എടുക്കാം. ഇതാണ് സ്പെഗ്നം മോസ്. എനിക്കൊരു 3 ഓർക്കിഡാണ് റീപോർട്ട് ചെയ്യാനുള്ളത്. അപ്പൊ അതിന് പാകത്തിനുള്ള മീഡിയം നമ്മൾ എടുക്കണം. പിന്നെ കുറച്ച് ഓർക്കിഡ് പോട്ടിംഗ് മിക്സ്. ഓർക്കിഡ് പോട്ടിംഗ് മിക്സിൽ കുറെ ബാർക്കാണ്, അതിനകത്ത് ക്ലേ കൊണ്ടുള്ള ഇതൊക്കെയുണ്ട്. ഇത് ക്ലേ കൊണ്ടുള്ള ഇതാണ്. പിന്നെ കുറച്ച് ബാർക്ക് ഞാൻ കാണിക്കാം. ഇതാണ് മീഡിയം. ഇത് സ്പെഗ്നം മോസ്, ഇത് ഓർക്കിഡ് ബാർക്ക്. നമ്മൾ ആദ്യം ഈ പോട്ടിന്റെ അടിയിലേക്ക് കുറച്ച് മീഡിയം ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ഓർക്കിഡിന്റെ റൂട്ടൊക്കെ ഓവർഗ്രോ ചെയ്യാതിരിക്കാൻ സഹായിക്കും. ഇതിനകത്ത് കൂടെ റൂട്ട് എസ്കേപ്പ് ചെയ്യാതിരിക്കാൻ സഹായിക്കും. അപ്പൊ നമ്മൾ അത് ആദ്യം ഇടുക. അതിനുശേഷം നമ്മുടെ ഓർക്കിഡ് അതിനകത്തേക്ക് പയ്യെ ഇറക്കുക. ഈ സ്പെഗ്നം മോസ് നമ്മുടെ ഓർക്കിഡിന് നല്ല ഈർപ്പം നൽകും റൂട്ടിനൊക്കെ, എന്നാൽ വെറ്റായിട്ടിരിക്കുകയില്ല. അപ്പൊ നമുക്ക് ഈ റൂട്ട് പയ്യെ അതിനകത്തേക്ക് ഇറക്കി വെക്കാം. അതുപോലെ എയർ പോക്കറ്റുകൾ ഉണ്ടാകാൻ നമ്മൾ നോക്കണം. ഓർക്കിഡ് എപ്പോഴും വളരുന്നത് എയറിലാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, വലിയ വൃക്ഷങ്ങളുടെയൊക്കെ ബ്രാഞ്ചസിലാണ് ഈ ഓർക്കിഡ് ശരിക്കും വളരുന്നത്. അത് അന്തരീക്ഷത്തിൽ നിന്നാണ് ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കുന്നത്. ഓർക്കിഡ് ഒരിക്കലും മണ്ണിനകത്ത് നടാറില്ല. എപ്പോഴും നല്ല എയറി ആയിട്ടുള്ള ഒരു പോട്ടിനകത്തായിരിക്കണം ഓർക്കിഡ്. ഇതെപ്പോഴും മരങ്ങളിലൊക്കെയാണ് കാണുന്നത്. ഉയരമുള്ള മരങ്ങളിലൊക്കെ ബ്രാഞ്ചസിലാണ് ഇത് കാണുന്നത്. അപ്പം നമുക്ക് ഈ മീഡിയം നന്നായി എയർ ഇല്ലാതെ, എയർ പോക്കറ്റ് വരാതെ നമുക്ക് നിറയ്ക്കാം. ഇതിന് നമ്മൾ എയർ പോക്കറ്റ് വരാതിരിക്കാൻ നോക്കുന്നത് നമ്മൾ 2 സൈഡിലും ഒന്ന് തട്ടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്ക്വീസ് ചെയ്താലും മതി. അപ്പോൾ ഈ ഓർക്കിഡ് ഒരു എയർ പോക്കറ്റ് പോലും ഇല്ലാതെ എല്ലായിടത്തും ഫില്ലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഓർക്കിഡ് ഞാൻ റീപോർട്ട് ചെയ്തു കഴിഞ്ഞു. ഇതിന് നല്ലൊരു ബേസ് കൊടുത്തിരിക്കുകയാണ്. ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. പിന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടാണ് എൻ്റെ ബലം. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you for watching. Bye. Have a great day.